ആൻഡി ഉമ്മൻ ഒരു സിനിമാ നടിയുടെ കൂടെ ദുബായിൽ പോയി എന്ന് പറഞ്ഞ് വാർത്ത ദേശാഭിമാനിൽ വന്നതിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വാരാന്ത്യം നടത്തുന്ന സമയത്താണ്. അതിനെ തുടർന്ന് ചാണ്ടി ഉമ്മൻ്റെ ഉറപ്പിച്ചു വെച്ച കല്യാണം പോലും മുടങ്ങിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ നടന്ന കാര്യമാണ്, അല്ലെങ്കിൽ അല്ലെന്ന് പറയട്ടെ. ഇത് ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ അങ്ങനെ. ഇനി പോട്ടെ, രമേശ് ചെന്നിത്തലയുടെ മകൻ IAS പാസ്സായതിനെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപമുള്ളവർ പറഞ്ഞു. അതിൻ്റെ അകത്ത് വലിയ തട്ടിപ്പുണ്ട് എന്ന് ദുസ്സൂചനയോടുകൂടി വാർത്തകൾ കൊടുത്തില്ലേ? അതിനെക്കുറിച്ച് ചർച്ച നടത്തിയില്ലേ? ഇല്ലാന്ന് പറയട്ടെ. റഹീം അതിന്റെ മറുപടി എന്താണ്? അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഞാനത് ഉന്നയിക്കാൻ പോവാണ്. ഉന്നയിക്കുമ്പോൾ പിന്നെ അതിലേക്ക് കിടന്ന് ചുറ്റെടുത്ത് എനിക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി പറയാനുമുണ്ട്. ജയശങ്കർ നിങ്ങൾ നിരീക്ഷകനെന്ന് മാത്രം പറയും, അത് ശരിയല്ല. എനിക്കതിനെ യോജിപ്പില്ല, ഞാനതിന് യോജിക്കില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീജിത് പണിക്കരോട് നിങ്ങൾ കാണിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയും. ഈ നിലയ്ക്കാണ് എങ്കിൽ ശ്രീ ജയശങ്കർ സ്വാഭാവികമായും വലതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ്. ശക്തമായ നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷ വിരുദ്ധ നിരീക്ഷകൻ എന്നെങ്കിലും പറയാം. വേണ്ട, ഞാനത് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ ശ്രീ ജയശങ്കറിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ ആ നിലയിൽ ഞാൻ മാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ കൃത്യമായി വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ശ്രീ GB ഹരി ഒരു കാര്യം പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഞാൻ താങ്കളോട് ആദ്യം ചോദിക്കുകയാണ്. ഇദ്ദേഹം CPI-യുടെ ഭാഗമായി ആ ധാരയോടൊപ്പം ചേർന്ന് പോകുന്ന ആളാണെന്നും അവരുടെ ഒരു സംഘടനാ പ്രതിനിധിയാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഘടകകക്ഷിയാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അത് അല്ല, ഞാനത് ഞാൻ പറയട്ടെ ബാക്കി. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? വരുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ കൊണ്ടിരുത്തുകയും അദ്ദേഹത്തിന്റെ നാവിലൂടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുകയും ചെയ്യും. ജനങ്ങളതിൽ വിശ്വസിക്കും. കാരണം സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ വിശ്വാസത കൂട്ടിക്കൊടുക്കരുത്, അത് ശരിയല്ല. എന്നെ ഒരു സാമ്രാജ്യത്വ നിരീക്ഷകൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ PT തോമസ് എറണാകുളം ജില്ലയിലെ ഏറ്റവും സത്യസന്ധനായ ഒരു MLA ആണ്. അദ്ദേഹം ഓടിയിട്ടില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. റഹീമിനെ പോലുള്ളവർ എത്ര ആവർത്തിച്ചാലും ആ കള്ളം സത്യമാവുകയില്ല. തികഞ്ഞ ബോധ്യത്തോടി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, PT തോമസ് അല്ല, റഹീമിനെ പോലുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നത്.